നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രാത്രി കഴിക്കാനുള്ളതിൽ കുങ്കുമം. അല്ല, ഇതെന്തിനാ ഈ മരുന്നിലൊക്കെ മഞ്ഞളും കുങ്കുമവും തൊടുന്നേ? ഇത് അച്ഛന് കഴിക്കാനുള്ള മരുന്നാ. രാത്രി കൊടുക്കാനുള്ളതും രാവിലെ കൊടുക്കാനുള്ളതും ഉണ്ട്. തിരിച്ചറിയാൻ വേണ്ടി അടയാളം ഇട്ട് വെച്ചതാ. ഈ കവറിന് പുറത്ത് നൈറ്റ് മോർണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എന്താ കാര്യം വിശാലെ? ഇവൾക്ക് വായിക്കാൻ അറിയണ്ടേ? വായിക്കാൻ അറിയുന്നില്ലെങ്കിൽ എന്താ, സംഗതിയൊക്കെ മാനേജ് ചെയ്യുന്നില്ലേ? ഇതൊക്കെ ചെയ്യാനേ വലിയ പഠിപ്പൊന്നും വേണമെന്നില്ല ആന്റി. വകതിരിവുണ്ടായാൽ മാത്രം മതി. അങ്ങനെ പറഞ്ഞു കൊടുക്കു ബ്രോ. വകതിരിവെന്ന് കേട്ടിട്ടുണ്ടോ ദുശീലാന്റി? സോറി, എപ്പോഴും അങ്ങനെ നാവില് വരൂ. സുശീലാന്റി കേട്ടിട്ടുണ്ടോ? വകതിരിവെന്ന് പറഞ്ഞ പാർവതിക്കുള്ളതും ആന്റിക്കില്ലാത്തതും. നല്ലത് കണ്ടാലേ അപ്രീഷിയേറ്റ് ചെയ്യണം. എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നതേ വകതിരിവില്ലാത്തതുകൊണ്ടാ. വകതിരിവില്ലാത്തത് എനിക്കാണോ ഇവൾക്കാണോന്ന് ഞാനിപ്പോ തന്നെ തെളിയിച്ചു തരാം. രാത്രി കഴിക്കാനുള്ള മെഡിസിനും പകല് കഴിക്കാനുള്ള മെഡിസിനിലും നീ അടയാളം വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള മെഡിസിൻ ഇല്ലേ, അത് നീ എങ്ങനെ തിരിച്ചറിയും? അടയാളം വയ്ക്കാത്തത് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അത് അച്ഛന് റൂമിലിരിപ്പുണ്ട്. ചമ്മി 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 ആന്റി ചമ്മി ചമ്മി നാശമായി. എന്റെ ദുശീലാന്റി പിന്നെയും അങ്ങനെ തന്നെ നാവല് വരുക. അങ്ങനെ തന്നെ മതി. ഈ പാർവതിയെ തോൽപ്പിക്കാനേ പറ്റില്ല. കാരണം ഇവൾക്ക് ശുദ്ധ മനസ്സാ, സത്യസന്ധതയുള്ളവളാ. എന്ത് തന്നെ ആയാലും എഴുത്തും വായനയും അറിയാത്ത ഇവളെ ഹോം നേഴ്സായി ജോലി ഏൽപ്പിച്ച പിന്നെ കരയേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് ഇവിടെ ആരും അറിഞ്ഞില്ല. എന്നെ കളിയാക്ക അല്ലേ? സത്യമായിട്ടും അല്ല. നിന്റെ ഈ ഐഡിയ എനിക്ക് ശരിക്കും ഇഷ്ടമായി. ഐഡിയ മാത്രമേ ഇഷ്ടമായുള്ളൂ, ഐഡിയയുടെ ഉടമ ഇഷ്ടമായില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.